ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാൽ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക്, അതായത് അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അതാദ്യമായിട്ടാണ് അമ്മേനെയും കൊണ്ട് കാറിൽ പോകുന്നത്. അമ്മക്കൊരുപാട് പലപ്പോഴും അമ്മ പറയാറുണ്ടായിരുന്നു, പണ്ടൊക്കെ അമ്മ വീട്ടിലേക്ക് ഞാൻ അമ്മേനെയും കൊണ്ട് സൈക്കിളെ പോയിട്ടുണ്ട്, 10ലും +1 പഠിക്കുമ്പോൾ. അപ്പോൾ അമ്മ പറയുമായിരുന്നു, നമുക്ക് സ്കൂട്ടറിൽ എൻ്റെ കൂടെ അമ്മ വീട് വരെ പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂട്ടർ എടുത്ത സമയത്ത് അമ്മയായിട്ടത് പോയി. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാനും ഒരുമിച്ച് കാറിൽ പോകണമെന്നുള്ളത്. അപ്പോൾ അതും സാധിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മയുടെ വീട്ടിലേക്ക് കാറിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോഴുള്ള അമ്മമാരുടെ സന്തോഷം അത് വലുത് തന്നെ. അപ്പോൾ ഈ യാത്രാ മധ്യേയുള്ള കുറേ കാര്യങ്ങളും ഓർമ്മകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ രാവിലെ തന്നെയാണ് അമ്മ വീട്ടിലേക്ക് പോയത്. കാരണം ഞങ്ങൾക്ക് അമ്പലത്തിലൊന്ന് കയറണമായിരുന്നു. അമ്പലം എന്ന് പറയുമ്പോൾ വളവനാട് അമ്പലം. എൻ്റെ അമ്മ വീട് വളവനാടാണ് കേട്ടോ. അപ്പോൾ വളവനാട് ഉള്ളൊരു ഓർമ്മയെന്ന് വെച്ചെന്നാൽ, ഞാൻ സ്കൂൾ കാലഘട്ടം ഇവിടെയായിരുന്നു. 1-2 ക്ലാസ്സുകളിലൊക്കെ ഇലനിക്ക് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ വളവനാട് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. വളവനാട് അമ്പലത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, ചൂട്ടുപടേനി, അവിടുത്തെ ഉത്സവം. അപ്പോൾ കുഞ്ഞിലേ മുതലേ തന്നെ വളവനാട് ഉത്സവവും കാണിച്ചുളങ്ങര ഉത്സവമൊക്കെയാണ് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. പിന്നെ അതിനുശേഷം അമ്പലത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. അമ്പലമൊക്കെ വികസിപ്പിച്ചു, നല്ല രീതിയിലാക്കി. പണ്ടും നല്ലതായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാക്കി. പിന്നെ ഉത്സവവും പിന്നെ ആ കാഴ്ചകളും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാൽ, സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ എൻ്റെ കസിൻസിന് ബുക്കൊക്കെ കൊടുക്കും. അവർക്ക് സ്കൂളിലേക്ക് വേണ്ട, അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരി, നമ്മളുടെ ഒരു സൈഡിൽ നിന്നുള്ളൊരു പ്രചോദനമായിട്ട് ബുക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കണം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും എൻ്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. അതായത് ഞാൻ സ്കൂളിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അവിടുത്തെ കുളത്തിൽ കുളിച്ചതും അവിടുത്തെ പാടത്ത് പട്ടം പറത്താൻ പോയതും പിന്നെ അവിടെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അതെപ്പോഴും നമ്മൾ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഓർമ്മയാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ ബുക്കാണിത്. ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അതായത് അമ്മയുടെ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ കസിൻസ് ഉണ്ട്, അവരുടെ അച്ഛനമ്മ എല്ലാവരും ഉണ്ട്. പണ്ട് വൈകുന്നേര സമയങ്ങളിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ഫുഡൊക്കെ ഇട്ട് വരുമായിരുന്നു. ഒരു 7 മണിയൊക്കെ ആ നേരത്ത് സൈക്കിളിൽ ദോശയും അല്ലെങ്കിൽ അപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകുന്നേര സമയങ്ങളിൽ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് തെക്കച്ചൻ. അപ്പോൾ ഞാൻ വീടിൻ്റെ സൈഡിൽ കാത്തു നിൽക്കും ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് വരുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത്, തെക്കച്ചൻ. നമ്മളൊക്കെ വലുതായി കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് വിട്ട് പോകാത്തതാണ് നമ്മുടെ പഴയ ഓർമ്മകൾ. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ അമ്മ വീടോ അല്ലെങ്കിൽ നമ്മൾ പോയി നിന്നിട്ടുള്ള പണ്ടത്തെ വീടുകളൊക്കെ ആയിരിക്കും. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടാകുന്നത് ആ പഴയ സ്ഥലങ്ങളായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് ഇവിടുത്തെ കുളം. ഇത് ഞാൻ പണ്ട് മുതലേ കിടന്ന് തകർത്ത് വാരിയ കുളമാണ്. ഇതിലിപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത് എൻ്റെ കസിൻ തന്നെയാണ്. അവനിപ്പോൾ ഇതിൽ തന്നെയാണ് കുളി. എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ്. കുഞ്ഞിനെയൊക്കെ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയെന്ന്. പക്ഷെ വലുതായി കഴിഞ്ഞായിരിക്കും നമ്മൾ ഓർക്കണത് ചെറുതായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. കാരണം കുഞ്ഞിലെ ആ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതൊന്നും ചിലപ്പോൾ വലുതായി കഴിഞ്ഞ് കിട്ടണമെന്നില്ല. പലപ്പോഴും അതുണ്ടാകാറില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ, ചെറുപ്പകാലത്ത് നമുക്ക് ആഘോഷിക്കാവുന്നതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞെന്നാൽ വലുതായി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓർമ്മകളെങ്കിലും ഉണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കസിൻസിനോടും പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ അത് ഒരു അഡ്വൈസായിട്ട് ഞാൻ മിക്ക എൻ്റെ ഫ്രണ്ട്സിൻ്റെ കസിൻസിനോട്, അതായത് ചെറിയ പിള്ളേരോടൊക്കെ പറയാറുള്ളതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഓർക്കാൻ വേണ്ടേ. നമുക്ക് എപ്പോഴും ഫോണും കൊണ്ടിരുന്നാലൊന്നും ഓർമ്മകളൊന്നും ഉണ്ടാകത്തില്ല. അത് നമ്മൾ മറന്നു പോകും. അതൊരു കാര്യമായിട്ട് പോലും നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ അതായത് അമ്മച്ചിയമ്മയുടെ ഗാർഡനാണ്. അമ്മച്ചിയമ്മയെന്ന് വെച്ചെന്നാൽ എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന ഒരാളാണ്. കൂടുതലും ഈ ചെടികൾ, അതായത് പലതരം വെറൈറ്റി പൂക്കളും എല്ലാം ഇവിടെ ഉണ്ടാവും. ഇവിടെ വന്നിട്ടാണ് അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ, ചെറിയ ചെറിയ തൈകളൊക്കെ മേടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത്. അമ്മയ്ക്കും ഇതിൻ്റെ ഒരു ചെറിയൊരു ക്ലോൺ വേർഷൻ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അമ്മയും വീട്ടിൽ വെച്ചിട്ട് ഈ ഒരു ചെടികളും റോസാപ്പൂക്കളും ഇതെല്ലാം വീട്ടിൽ വെച്ച് പിടിപ്പിക്കും. ഇതെല്ലാം അമ്മച്ചമ്മ എന്ന് വെച്ചെന്നാൽ എവിടെന്നെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ
വേറെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോഴോ അവിടെ നിന്നൊക്കെ ചെറിയ തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഒട്ടും താമസിയാതെ തന്നെ പയ്യൻ കുളത്തിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ബുക്കൊക്കെ അവന് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപദേശങ്ങളൊക്കെ ചെറുതായിട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കാരണം ബുക്കിലെ പഠിത്തം മാത്രം പോരാ, അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഇതും കൂടെ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം പോരാൻ കാര്യം, അമ്മയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഒരുപാട് ജോലികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാമല്ലോ, ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇടയ്ക്ക് കുഞ്ഞുണരും, അപ്പോൾ അമ്മയ്ക്ക് അനുവിനും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലി ഉണ്ടാകും. അപ്പോൾ കുഞ്ഞിനെ തൊട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. ഇന്നത്തെ ദിവസം അമ്മ ഹാപ്പി ആയിരുന്നു. ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.